എന്തു പറ്റി ദേവു? അവൾ തല വിലങ്ങനെയാട്ടി ബൈക്കിൽ കയറി കണ്ണാടിയിലൂടെ അവളെ നോക്കി. ഹെൽമെറ്റ് എടുത്തു വെച്ച് വണ്ടി മുന്നോട്ടെടുക്കുമ്പോൾ തന്നെ ദേവുവിന്റെ കൈകൾ ബലത്തോടെ നന്ദന്റെ വയറിൽ മുറുകി. ഒപ്പം അവന്റെ തോളിലേക്ക് ചാഞ്ഞു. നന്ദൻ സംശയത്തോടെ നെറ്റി ചുളിച്ചു. വീടെത്തിയതും ദേവ് വേഗം ഇറങ്ങി അകത്തേക്ക് കയറി. നന്ദൻ പുറകെ ചെന്ന് നോക്കുമ്പോൾ ദേവ് ബെഡിൽ കമിഴ്ന്നു കിടക്കുന്നുണ്ട്. എന്തുപറ്റി ദേവു? ദേവുവിന്റെ തോളിൽ മെല്ലെ തഴുകി. കണ്ണീരിൽ കുതിർന്ന മുഖത്തോടെ ദേവു എഴുന്നേറ്റ് നോക്കിയപ്പോൾ നന്ദൻ പകപ്പോടെ അവൾക്ക് അടുത്തേക്കിരുന്നു. എന്താടാ, എന്തുപറ്റി? നന്ദൻ ആദി കൂടി. നന്ദേട്ടാ, ഞാൻ ഇന്ന് ഡോക്ടറെ കണ്ടു. എന്തൊക്കെയോ ടെസ്റ്റ് ചെയ്തപ്പോൾ ഏതാണ്ടൊക്കെ പറഞ്ഞു. നാളെ നന്ദേട്ടനെയും കൂട്ടി ചെല്ലാൻ പറഞ്ഞു. കുറേ ടെസ്റ്റൊക്കെ എഴുതി തന്നിട്ടുണ്ട്. ദേവ് ഇതുമ്പോലോടെ പറഞ്ഞപ്പോൾ നന്ദന് ടെൻഷൻ കൂടി. എന്നാലും അവൻ പുറത്ത് കാണിച്ചില്ല. അയ്യേ, അതാണോ? എൻ്റെ ദേവൂട്ടി, പേടിക്കാതിരിക്കെ. ഇതിനാണോ നീ ഇത്ര ടെൻഷനായത്? നമുക്ക് നാളെ പോയി ഡോക്ടറെ കാണാം. ഒന്നും ഉണ്ടാവില്ല, നീ പേടിക്കാതിരിക്കെ. ദേവു അവനെ ഇറുകെ പുണർന്നു. ദേവി, ആഗ്രഹിച്ചു മോഹിച്ചു കൂടെ ജീവിക്കാൻ വന്നവളാ, തട്ടിപ്പറിക്കല്ലേ. നന്ദന്റെ കണ്ണൊന്ന് നിറഞ്ഞു. എന്തോ ഒരു ഉൾഭയം. ദേവുവിന്റെ പ്രാർത്ഥനയും അതുതന്നെയായിരുന്നു. നന്ദേട്ടൻ്റെ കൂടെയുള്ള ജീവിതം. ജീവിച്ചു കൊതി തീർന്നിട്ടില്ല. വല്ലാത്തൊരു ഭയം അവളിൽ ഉടലെടുത്തു. നീ വല്ലതും കഴിച്ചോ? വാ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. എനിക്ക് വേണ്ട നന്ദേട്ടാ. വാ ദേവൂട്ടി. നന്ദൻ നിർബന്ധിച്ച് ദേവുവിനെ അടുക്കളയിലേക്ക് വിട്ടു. ഒപ്പം അവനും കൂടി. വൈകിട്ട് നമുക്ക് ഒന്ന് അമ്പലത്തിൽ പോയാലോ ദേവു? പോവാം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ദേവു കിടന്നു. നന്ദൻ പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ ദേവു അടുക്കളയിലേക്ക് വന്നു. ഞാൻ കുറച്ചു കഴിഞ്ഞ് കഴുകാൻ നന്ദേട്ടാ. ഓ, ഞാൻ കഴുകാത്തത് ഒന്നുമല്ലല്ലോ. അതല്ല, എൻ്റെ കൂടെ വന്ന് ഒന്ന് കിടക്കോ? കെഞ്ചലോടെ പറയുമ്പോൾ നന്ദൻ ചെയ്യുന്ന പണി പാതി നിർത്തി അവളെ നോക്കി. മുഖത്ത് വല്ലാത്ത അസ്വസ്ഥതയുണ്ട്. നന്ദൻ കൈ കാവിമുണ്ടി തുടച്ച് എഴുന്നേറ്റു. അടുക്കള ഡോർ അടച്ചു. അവളെയും കൂട്ടി മുറിയിലേക്ക് നടന്നു. സമയം 2:30 ദേവു കിടന്നു. അവളെ നെഞ്ചിലേക്ക് ചേർത്തുകൊണ്ട് നന്ദനും കിടന്നു. ദേവുവിന്റെ കൈകൾ നന്ദനിൽ മുറുകി. അങ്ങനെ കുറച്ചുനേരം ചിന്തിച്ചു കിടന്നു. ദേവു മയങ്ങിപ്പോയി. എങ്കിലും നന്ദൻ വെറുതെ കണ്ണുകൾ അടച്ച് കിടന്നേ ഉള്ളൂ. നെഞ്ചി കിടക്കുന്നത് തൻ്റെ പ്രാണനാണ്. ഏയ്, ഒന്നും ഉണ്ടാവില്ല. അത്ര അനുഭവിച്ചതല്ലേ താൻ. നന്ദൻ മെല്ലെ അവളെ വിട്ട് എഴുന്നേറ്റു. ഹാളിൽ ചെന്ന് ഫോണെടുത്ത് നീതുവിനെ വിളിച്ചു. 2 തവണ ബെല്ലടിച്ചു കഴിഞ്ഞാണ് അവൾ ഫോണെടുത്തത്. എന്താ നന്ദേട്ടാ? ചോദിക്കുമ്പോൾ കരഞ്ഞടഞ്ഞ ശബ്ദം അവൻ ശ്രദ്ധിച്ചു. കൂടെ ഏതോ ഒരു സ്ത്രീയുടെ ഒച്ചയും കേൾക്കുന്നുണ്ട്. ദേവു. ദേവുവിനെ ഡോക്ടർ കാണിച്ചിട്ട് എന്തു പറഞ്ഞു? എനിക്കറിയില്ല നന്ദേട്ടാ. വീട്ടിലൊരു പ്രശ്നം. അതുകൊണ്ട് അമ്മ ഫോൺ ചെയ്തപ്പോൾ അവളെ വിട്ട് വേഗം പോരേണ്ടി വന്നു. ഏതാ ഡോക്ടർ? കോളേജിൻ്റെ അടുത്തുള്ള താലൂക്ക് ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് റീത്ത മറിയം. ശരി. നന്ദൻ ഫോൺ കട്ടാക്കി. നീതു ഫോൺ കട്ടാക്കി കരച്ചിലോടെ ബെഡിലേക്ക് മുഖം അമർത്തി. അച്ഛൻ മരിച്ചിട്ട് ഇതുവരെ അമ്മയും നാട്ടുകാർ പൊട്ട പറഞ്ഞിട്ടില്ല. അമ്മ അതിനെ ഇടവരുത്തിയിട്ടുമില്ല. പക്ഷെ ഇന്ന് നീ കാരണം ആ സ്ത്രീ എന്തൊക്കെയാ വന്ന് പറഞ്ഞതെന്ന് അറിയോ? സുമ തൻ്റെ സാരി തലപ്പുകൊണ്ട് കണ്ണുകൾ തുടച്ചു. വശീകരിക്കാൻ പറഞ്ഞു, വിട്ടതാണെന്ന് വരെ പറഞ്ഞു. ഇതൊക്കെ കേൾക്കുമ്പോൾ അച്ഛൻ്റെ കൂടെ അങ്ങ് പോവാൻ തോന്നാ. നീതു എഴുന്നേറ്റിരുന്നു. ഫോണിൽ നരേഷിൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്തു. വാട്സപ്പിലെല്ലാം അവനെ ബ്ലോക്കാക്കി. മറക്കണം. ശോഭയുടെ രാജകുമാരപുത്രനെ തനിക്ക് വേണ്ട. ഇങ്ങോട്ട് വന്ന് ശല്യം ചെയ്തപ്പോഴാണ് അറിയാതെ മനസ്സ് വീണുപോയത്. ബാംഗ്ലൂർ ആണെന്ന് അറിഞ്ഞപ്പോൾ വേണ്ടെന്ന് വെച്ചതാണ്. അവിടെ കുറേ സുന്ദരിമാർ കാണും. പക്ഷെ അവൻ്റെ നിർബന്ധം കൂടിയതല്ലാതെ കുറഞ്ഞില്ല. ഒടുവിൽ മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറയേണ്ടി വന്നു. എന്ന് രാവിലെ വിളിക്കും, മെസ്സേജ് അയക്കും. വൈകുന്നേരം 5 മണിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിളിക്കും. നീതു സമയം നോക്കി. 4:30 കഴിഞ്ഞിട്ടുണ്ട്. ഫോണ് സ്വിച്ച് ഓഫ് ചെയ്ത് ബെഡിൽ വെച്ചു. നേരെ ചെന്നത് അമ്മയുടെ അടുത്തേക്കാണ്. അമ്മ, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല അമ്മ. ഹാളിലെ കട്ടിലിരിക്കുന്ന അമ്മയെ കെട്ടിപ്പിടിച്ച് പറയുമ്പോൾ രണ്ടാളും കരഞ്ഞു തുടങ്ങിയിരുന്നു. വൈകുന്നേരം ചായ ഇട്ട് കഴിഞ്ഞാണ് നന്ദൻ ദേവുവിനെ വിളിച്ചുണർത്തിയത്. അമ്പലത്തിൽ പോവണ്ടേ? ദേവു മടിയോടെ എഴുന്നേറ്റിരുന്നു. നന്ദൻ ചായ നീട്ടി. ഞാൻ ഇടുമായിരുന്നില്ലേ? ഞാനല്ലേ നേരത്തെ എഴുന്നേറ്റത്. ദേവു ചായ കുടിച്ചു. പിന്നെ മെല്ലെ എഴുന്നേറ്റു. വേണ്ട, ഞാൻ കഴുകിക്കോളാം, പോയി കുളിക്ക്. ഗ്ലാസ് എടുത്ത് അടുക്കളയിൽ പോയ ദേവു അങ്ങനെ തന്നെ തോർത്തെടുത്ത് ബാത്റൂമിലേക്ക് നടന്നു. നന്ദൻ ഗ്ലാസ്സെല്ലാം കഴുകി വെച്ചു. ദേവു കുളി കഴിഞ്ഞ് വന്നപ്പോൾ നന്ദൻ കുളിക്കാൻ കയറി. അമ്പലത്തിൽ നിന്ന് പാട്ട് ഉയർന്നു കേട്ടു. നന്ദനും കുളിച്ചിറങ്ങി. ദേവു ഹാളിൽ അവനെ കാത്തിരിക്കുന്നുണ്ട്. സാധാ ഒരു നീല ചുരിദാറാണ് വേഷം. മുടി കുളിപ്പിനിട്ട് ഒരു പൊട്ടും സിന്ദൂരവും മാത്രമാണ് ഒരുക്കം. നന്ദൻ വേഗം ഷർട്ടും മുണ്ടും മാറി ബൈക്ക് എടുക്കാൻ നിന്നപ്പോൾ ദേവു നന്ദനെ തടഞ്ഞു. അവളുടെ കയ്യിൽ കോർത്തു പിടിച്ചു നടന്നു.
എന്താ മുടി ചീകാഞ്ഞ്? ദേവുവിൻ്റെ ചോദ്യത്തിൽ നന്ദൻ അവളെ കൂർപ്പിച്ചു നോക്കി. നന്ദൻ മുടി വെറുതെ കൈകൊണ്ട് ഒതുക്കിയിട്ടേ ഉള്ളൂ. കണ്ടാൽ തന്നെ അറിയാം. പക്ഷെ അതിലും ഒരു ഭംഗിയുണ്ട്. ദേവിയുടെ നടയിൽ നിൽക്കുമ്പോൾ രണ്ടാളും കണ്ണുകൾ പൂട്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ദേവിയുടെ ചുണ്ടിൽ ആർക്കും പിടികൊടുക്കാത്ത ഒരു ചിരിയുണ്ടായിരുന്നു. ദീപാരാധന കഴിഞ്ഞതും രണ്ടാളും ഇറങ്ങി. ദേവു ചെന്നത് ഡ്രസ് മാറി അടുക്കളയിൽ കയറി. എന്താ ദേവു, എക്സാം ഇല്ലേ നിനക്ക്? ഇനി തിങ്കളാഴ്ചയുള്ളൂ. ശരി, ഇപ്പോൾ എന്തുണ്ടാക്കാനാ? രാത്രിയിലേക്ക് എന്തെങ്കിലും വേണ്ടേ? ഞാൻ ഉണ്ടാക്കാം, നീ പോയിരുന്നോ. നന്ദേട്ടൻ എന്നെ രോഗിയാക്കാണോ? ദേവുവിന് സങ്കടം തോന്നി. അതല്ലടാ, അധിക നേരം നിൽക്കണ്ട, പോയി പഠിക്ക്, ചെല്ല്. ദേവുവിനെ ഉന്തിത്തള്ളി മുറിയിലേക്ക് പറഞ്ഞു വിട്ടു. അവൾ പറഞ്ഞത് ശരിയാണ്. അവൾക്ക് വയ്യെന്ന് കേട്ടപ്പോൾ മുതൽ തുടങ്ങിയതാണ്. അതെന്താണെന്ന് അറിയാതെ ഒരു പേടിയും. നന്ദൻ തന്നെയാണ് എല്ലാം ഉണ്ടാക്കിയത്. ഉണ്ടാക്കി വന്നപ്പോൾ ദേവു മയങ്ങി. അവളെ വിളിച്ചുണർത്തി കഴിക്കാനൊക്കെ കൊടുത്തു. എത്ര പരിശ്രമിച്ചിട്ടും ദോശയ്ക്ക് വട്ടാകൃതി വന്നിട്ടില്ല. ചമ്മന്തിയിൽ എരിവ് കൂടി, ചട്നിയിൽ ഉപ്പ് കൂടി. എന്നാൽ ഒരു പരാതിയും കൂടാതെ ദേവു കഴിച്ചു. അവൾ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം കഴിച്ചപ്പോഴാണ് നന്ദന് തൻ്റെ പാചകത്തെക്കുറിച്ച് അറിഞ്ഞത്. സങ്കടം തോന്നി, ഒരു പരാതിയും കൂടാതെ ഉറങ്ങുന്നവളെ കണ്ടപ്പോൾ. ദേവു രാവിലെ എഴുന്നേൽക്കുമ്പോൾ നന്ദൻ ഫോണിൽ ആരോടോ കാശ് കടം ചോദിക്കുന്നുണ്ട്. 10 മണിക്ക് ടൗണിൽ വന്നാൽ മതിയെന്നൊക്കെ പറയുന്നുണ്ട്. അവളൊന്ന് നിശ്വസിച്ചു. ഇനിയും കടം, അല്ലെങ്കിൽ തന്നെ കടമാണ്. വീടിൻ്റെ ആധാരം ഇപ്പോഴും എടുത്തിട്ടില്ല, മാസങ്ങളായി. അതിന് മുതലും പലിശയും അടയ്ക്കുന്നുണ്ട്. ദേവു മുറിയിലെ അലമാരയിൽ നിന്ന് തൻ്റെ 2 വളയെടുത്ത് ബാഗിൽ വെച്ചു. അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പ്രാതൽ എന്തോ വാങ്ങിയ പൊതിയും. ദോശയാണോ? ആ, നീ എഴുന്നേറ്റോ, മുഖം കഴുകുക, ചായ കുടിക്കാം. നന്ദൻ പറഞ്ഞപ്പോൾ ദേവു തലയാട്ടി. പല്ല് തേച്ച് വന്നപ്പോൾ അവൻ ഫുഡെല്ലാം പകർത്തി വെച്ചു. ദേവു വന്നിരുന്ന് കഴിച്ചു. ആ സമയം നന്ദന് കോളുകൾ വരുന്നുണ്ട്. കാശ് കടം ചോദിക്കാൻ തന്നെയാണ്. ദേവു കേൾക്കാതിരിക്കാൻ അവൻ മുറ്റത്തേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട്. ദേവു കഴിച്ചു കഴിഞ്ഞതും കുളിക്കാൻ കയറി. എന്നാൽ പെട്ടെന്ന് ഛർദി വന്നു. കഴിച്ചതൊക്കെ വേഗം തന്നെ ഛർദിച്ചു പോയി. ശബ്ദം കേട്ട് ബാത്റൂമിന് പുറത്ത് നന്ദ ഹാജരായി. എന്താ ദേവൂട്ടി? ചോദ്യത്തിൽ വല്ലാത്ത ഭയം അവൾ അറിഞ്ഞു. ഒന്നുമില്ല നന്ദേട്ടാ, ഒന്ന് ഛർദിച്ചത്. നീ ഇത് തുറക്ക്. കുഴപ്പമില്ല നന്ദേട്ടാ, ഞാൻ കുളിക്കാം, വേഗം വരാം. നന്ദന് എന്നിട്ടും സമാധാനം വന്നില്ല. ബാത്റൂമിന് പുറത്ത് അവളെ കാത്തുനിന്നു. കുഴപ്പമൊന്നുമില്ലാതെ പെണ്ണിറങ്ങിയപ്പോഴാണ് സമാധാനമായത്. നന്ദനും വേഗം കുളിച്ചിറങ്ങി. രണ്ടാളും റെഡിയായി ഇറങ്ങി. ടൗണിൽ എത്തിയിട്ടും നന്ദൻ ഫോണിൽ തന്നെ ആരെയോ വിളിച്ചുകൊണ്ടിരിക്കുന്നു. നന്ദേട്ടാ, അവൻ വേഗം തിരിഞ്ഞു. ദാ ഇത്, എവിടെയെങ്കിലും പണയം വെക്ക്, പിന്നീട് എടുക്കാം. നന്ദൻ്റെ കണ്ണിൽ എന്തൊക്കെയോ ഭാവങ്ങൾ. വേണ്ട, അവൻ മടിയോടെ തലയാട്ടി. നിന്റെ ഒരു വള വാങ്ങിയിട്ട് ഞാൻ തന്നില്ലല്ലോ. അത് നമ്മുടെയല്ലേ? എൻ്റെയല്ല, നമ്മുടെ. പിന്നെ പുറമേ നിന്ന് കടങ്ങളൊന്നും വേണ്ട നന്ദേട്ടാ. നമ്മുടെ ഗോൾഡില്ലേ, കാശുള്ളപ്പോൾ തിരിച്ചു കൊടുക്കാം. അവൻ വാങ്ങുന്നില്ലെന്ന് കണ്ടതും നിർബന്ധിച്ച് കയ്യിൽ കൊടുത്തു. ആദ്യമായി നല്ലൊരു സമ്പാദ്യമോ സേവിങ്സോ ഇല്ലാത്തതിൻ്റെ പോരായ്മ നന്ദൻ അപ്പോൾ അറിഞ്ഞു. ദേവുവിൻ്റെ കയ്യിൽ ഗോൾഡ് ഉള്ളത് കൊണ്ട് ശരി, പക്ഷേ അതില്ലായിരുന്നെങ്കിൽ. ടെസ്റ്റ് റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ റീത്ത മറിയത്തിൻ്റെ നെറ്റിയിൽ ചുളിവ് വീണിരുന്നു. പേടിക്കാനൊന്നുമില്ല. പീരിയഡ്സ് ഡേറ്റ് കണ്ടപ്പോഴേ എനിക്ക് ഡൗട്ടുണ്ടായിരുന്നു. റീത്ത ഒന്ന് പുഞ്ചിരിച്ചു. നന്ദനും ദേവും പരസ്പരം നോക്കി. ദേവുവിൻ്റെ കൈകൾ നന്ദൻ്റെ കയ്യിൽ മുറുകി. പീരിയഡ്സിൽ ഒരു 28 ഡേയ്സ് ഗ്യാപ്പ് വേണം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ, അല്ലെങ്കിൽ കുറവ്. പക്ഷേ ദേവിക നന്ദന് വെറും 20 ഡേയ്സ് ഗ്യാപ്പ് വരുന്നുള്ളൂ. ഇതുവരെ അബ്നോർമലാണെന്ന് തോന്നിയില്ലേ? ദേവ് പേടിയോടെ നന്ദനെ നോക്കി. തോന്നി ഡോക്ടർ. പിന്നെ ബ്ലീഡിംഗ് കുറവായതുകൊണ്ട്. വയറുവേദന ഉണ്ടാവാറുണ്ടോ? ആ, നന്നായി ഉണ്ട്. അപ്പോൾ പെയിൻ കില്ലർ കഴിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഗുളിക കഴിക്കാൻ പാടുണ്ടോ കുട്ടി? അത് നല്ല വേദനയുള്ളപ്പോൾ. ഡോക്ടർ, എന്താ പ്രശ്നം? നന്ദന് ക്ഷമ കെട്ടു. പേടിക്കാനൊന്നുമില്ല, യൂട്രസിലൊരു ചെറിയ മുഴയുണ്ട്. നന്ദനും ദേവൂട്ടിയും ഞെട്ടലോടെ പരസ്പരം നോക്കി. ദേവുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഏയ്, മരുന്ന് കഴിച്ചാൽ ഭേദമാവും, പേടിക്കണ്ട. ഒരു 6 മാസമോ അല്ലെങ്കിൽ 1 വർഷമോ, അതിൽ കൂടുതൽ പോവില്ല. റീത്തയുടെ വിനയം നിറഞ്ഞ സംസാരവും കരുതലും നന്ദന് ആശ്വാസം തോന്നി. ഡോക്ടർ, പെട്ടെന്ന് ഇങ്ങനെ? നന്ദൻ തൻ്റെ സംശയം മറച്ചു വെച്ചില്ല. പെട്ടെന്ന് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് റീസണൊന്നുമില്ല. എന്തായാലും ഒരുപാട് സ്ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ട. കുറച്ച് നാൾ റെസ്റ്റ് എടുക്ക്. പിന്നെ മരുന്നും ഫുഡുമെല്ലാം കൃത്യമായിരിക്കണം. മരുന്ന് കുറിച്ച് നീട്ടുമ്പോൾ നന്ദൻ വാങ്ങി എഴുന്നേറ്റു. ഡോക്ടർ, അപ്പോൾ എനിക്ക് കുഞ്ഞുണ്ടാവില്ലേ? ചോദിക്കുമ്പോൾ അവളുടെ സ്വരമിടറി. ഓഫ് കോഴ്സ്, ഉറപ്പായും ഉണ്ടാവും. ഇത് അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. നമ്മുടെ മുഖത്തേക്ക് ചെറിയ പിമ്പിൾസ് വരില്ലേ, അതുപോലെ കരുതിയാൽ മതി, പേടി പാടില്ല.
ധൈര്യമായിരുന്നു. പിന്നെ അടുത്ത മാസം ചെക്കപ്പിന് വരണം. റീത്ത ധൈര്യത്തോടെ പറഞ്ഞതും രണ്ടാൾക്കും ആശ്വാസം തോന്നി. ആശുപത്രിയിൽ കിട്ടാത്ത മരുന്നുകൾ വാങ്ങാൻ പുറത്തെ മെഡിക്കൽ ഷോപ്പിലേക്ക് വരേണ്ടി വന്നു. അവിടെയാണെങ്കിൽ കീശ കീറുന്ന വിലയും. മരുന്നൊക്കെ വാങ്ങി ഹോട്ടലിൽ നിന്ന് മസാല ദോശയും വാങ്ങിക്കൊടുത്തു. പൊറോട്ടയും ബിരിയാണിയും ഒക്കെ വാങ്ങിക്കൊടുക്കാൻ പേടി തോന്നി അവന്. ഇനി അതെങ്കിലും പ്രശ്നമായെങ്കിലോ? ദേവു ആണെങ്കിൽ ഒന്നും ചോദിക്കാൻ നിന്നില്ല. നുള്ളിപ്പറിച്ച് കഴിക്കുന്നുണ്ട്. നന്ദനും ഇറങ്ങുന്നില്ല. പേടിച്ച പോലെ ഇല്ലെങ്കിലും പാവം നല്ല ഭയമുണ്ട് അവൾക്ക്. ദേവൂട്ടി കഴിക്ക്. ദേവു കുറച്ച് വേഗത്തിൽ കഴിച്ചു. അവിടെ നിന്ന് നേരെ പോയത് ബീച്ചിലേക്കാണ്. തിരയിൽ കണ്ടു നട്ട് അവളുടെ കൈകൾ കോർത്ത് മണൽപ്പരപ്പിലിരുന്നു. ഉച്ചയ്ക്ക് കഴിക്കേണ്ട മരുന്നും അവൻ കയ്യിൽ കൊടുത്തു. ഇനിയും പേടി മാറിയില്ലേ എൻ്റെ ദേവൂട്ടിക്ക്? നന്ദൻ അവളെ ചേർത്ത് പിടിച്ചു. മാറി നന്ദേട്ടാ, എന്നാലും ഒരു പേടി. നമുക്ക് വാവ് ഉണ്ടാവില്ലേ? ഉണ്ടാവും, അത് ഡോക്ടർ ഉറപ്പ് പറഞ്ഞതല്ലേ. പിന്നെ ഇപ്പോൾ നമുക്ക് വാവ വേണ്ടടാ. എൻ്റെ ദേവൂട്ടിക്ക് ഇതൊക്കെ മാറി നല്ലൊരു ജോലി കിട്ടട്ടെ. ഞാനും PSCയിൽ ശ്രമിക്കുന്നുണ്ട്. അതിനും കിട്ടിയില്ലെങ്കിൽ ഗൾഫ് നോക്കാം. എന്തായാലും കുറച്ച് സമ്പാദ്യമായിട്ട് മതി. ദേവു സമാധാനത്തോടെ ചിരിച്ചു. അതിനു മുമ്പ് ഉണ്ടായാൽ പ്രോബ്ലം ഇല്ലാട്ടോ. നന്ദനൊരു കണ്ണൊന്ന് അടച്ചു തുറന്നു. ദേവു അവൻ്റെ കൈക്കുള്ളിലേക്ക് ചാരിയിരുന്നു. ഇന്നലത്തെ പേടിയൊന്നും ഇപ്പോൾ ഇല്ല. കുഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. തൻ്റെ പ്രണയമെന്നും ഇങ്ങനെ കൈക്കുള്ളിൽ ഉണ്ടായാൽ മതി. തൻ്റെ നെഞ്ചോട് ചേർന്ന് നന്ദൻ അവളെ കൈകൊണ്ട് ഒന്നുകൂടെ അവനിലേക്ക് അമർത്തിപ്പിടിച്ചു. നരേഷിന് ജോലിയിൽ ശ്രദ്ധിക്കാനേ കഴിയുന്നില്ല. ഇന്നലെ മുതൽ നീതുവിൻ്റെ ഫോണ് സ്വിച്ച് ഓഫാണ്. അമ്മയെ വിളിച്ചപ്പോൾ കല്യാണം ഉറപ്പിച്ചെന്നും പറയുന്നു. എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ എന്തോ പോലെ. എന്തായാലും നീതുവിനെ ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ? ബാംഗ്ലൂരിലെ പ്രശസ്തമായ പരസ്യ കമ്പനിയിലാണ്. വർക്കിലൊന്നും ശ്രദ്ധിക്കാൻ കഴിയാതെ 3 ദിവസത്തെ ലീവ് എടുത്ത് നാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചു. ദേവുവിന് ഈ കാര്യമൊന്നും അധികം അറിയില്ല. ഇല്ലെങ്കിൽ അവൾ വിളിച്ചു ചോദിക്കുമായിരുന്നു. ഈവനിംഗ് ആണ് ബസ് കിട്ടിയത്. നാട്ടിലെത്തുമ്പോൾ രാത്രിയാവും. ഒരു 7-8 മണിക്കൂർ എടുക്കും നാട്ടിലെത്താൻ. മൊബൈലിൽ സോങ് വെച്ച് ചെവിയിലേക്ക് ഹെഡ്സെറ്റ് തിരുകുമ്പോൾ അവൻ്റെ മനസ്സിൽ നീതു ആയിരുന്നു. ഒരുതരം ചമയങ്ങളില്ലാതെ കറുത്ത പൊട്ടു മാത്രം അലങ്കരിക്കുന്ന ഇരുനിറമുള്ളവൾ. ബാംഗ്ലൂരിൽ കണ്ട പെൺകുട്ടികളെ പോലെയല്ല. അതുകൊണ്ട് തന്നെയാ അതിശയത്തോടെ നോക്കിയത്. പിന്നെ എപ്പോഴോ അവളുടെ പുറകെയായിരുന്നു മനസ്സ്. എത്ര കെഞ്ചി പിറകെ നടന്നിട്ടാണ് ഒന്ന് ഓക്കെ പറഞ്ഞത്. അമ്മ സമ്മതിക്കുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് തന്നെയാണ് സ്വന്തമായി ഒരു ഫ്ലാറ്റ് വാങ്ങാൻ തീരുമാനിച്ചത്. ലോൺ എടുക്കാതെ തന്നെ 6 മാസം കൊണ്ട് വാങ്ങാമായിരുന്നു. പക്ഷെ അതിനുള്ള സാവകാശം ഇനി ഉണ്ടാവോ എന്നറിയില്ല. കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. വൈകുന്നേരത്തോടെയാണ് രണ്ടാളും ബീച്ചിൽ നിന്ന് തിരിച്ചത്. വീട്ടിൽ വന്നിട്ട് ദേവു ഒന്ന് മേൽ കഴുകി കിടന്നു. എന്തോ മനസ്സ് അസ്വസ്ഥമാണ്. അടുക്കളയിൽ നിന്ന് പാത്രങ്ങളുടെ ഒച്ച കേൾക്കാം. മുമ്പ് ചെന്നപ്പോൾ ചീത്ത പറഞ്ഞതാണ്. നന്ദൻ കുക്കറിൽ കഞ്ഞി വെച്ചു. അച്ചാറുണ്ട്, പപ്പടം കാച്ചി. ദേവുവിനെ കഞ്ഞി കുടിക്കാൻ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. അല്പം മഴയോടെയാണ് വന്നത്. ഒരു വിധത്തിൽ എഴുന്നേൽപ്പിച്ചു. കഞ്ഞി കൊടുത്തു. മരുന്നും. അധികമൊന്നും മിണ്ടാതെ പോയി കിടന്നു. നന്ദേട്ടാ. കണ്ണുകൾ അടച്ച് ഒന്ന് മൂളി. ആരോടും പറയണ്ടാട്ടോ. എൻ്റെ വീട്ടിൽ പോലും. ദേവു അവൻ്റെ നെഞ്ചിൽ നിന്ന് അകന്ന മുഖത്തേക്ക് ഉറ്റുനോക്കി. നന്ദൻ അവളെ സംശയത്തോടെ നോക്കി. അമ്മയോട് പറയുന്നില്ലേ നീ? വേണ്ട. പിന്നെ അമ്മായി അറിഞ്ഞാൽ അത് മതി. ആ ശരിയാ, ആരും അറിയണ്ട. നന്ദൻ അവളെ നെഞ്ചിലേക്ക് ചേർത്തു. നന്ദേട്ടാ. എന്താടാ? നമുക്കിനി കുട്ടികൾ ഉണ്ടായില്ലെങ്കിലോ? ചോദിക്കുമ്പോൾ അവളുടെ കണ്ണു നിറഞ്ഞു. ഉണ്ടായില്ലെങ്കിൽ വേണ്ട. നിനക്കൊന്നും വരാതിരുന്നാൽ മതി. നീയെന്നും എൻ്റെ കൂടെ ഇങ്ങനെ ഉണ്ടായാൽ മതിയടാ. നന്ദൻ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. ദേവു പുഞ്ചിരിയോടെ മിഴികൾ അടച്ചു. അവളെ ചേർത്ത് പിടിച്ച് നന്ദനും ഉറക്കത്തിലേക്ക് വീണു. രാവിലെ അമ്മ കുലുക്കി വിളിക്കുമ്പോൾ നീതു ചെരിഞ്ഞു കിടന്ന് മുഖം ചൊളിച്ചു. നരേശനെ ഓർത്ത് രാത്രി ഒന്നും ഉറങ്ങിയില്ല. പുലർച്ചെ എപ്പോഴാണ് കണ്ണുകളൊന്ന് അടഞ്ഞത്. അമ്മയ്ക്കെല്ലാം അറിയാവുന്നതുകൊണ്ട് അമ്മയും വിളിക്കാൻ നിന്നില്ല. എന്നാൽ ഇന്നെന്ത് പറ്റി? എന്താ അമ്മേ? മുഖം ചൊളിച്ച് അവൾ എഴുന്നേറ്റിരുന്നു. നീ മുഖം കഴുകി ഹാളിലേക്ക് വാ. സുമ അതും പറഞ്ഞു പോയി. നീതു എഴുന്നേറ്റ് മുഖം കഴുകി ബ്രഷിൽ പേസ്റ്റ് തേച്ച് ഹാളിലേക്ക് ചെന്നതാണ്. അവിടെ വന്ന ആളെ കണ്ട് ഞെട്ടിത്തെറിച്ചു. നരേശേട്ടൻ. കൂടെ ശോഭയുമുണ്ട്. നരേശിൻ്റെ നോട്ടം കണ്ടതും നീതു അറിയാതെ തല കുനിച്ചു.